இப்போ நமக்கு ஃபர்ஸ்ட் வந்து லலிதா சஹஸ்ரநாமத்தை பற்றி சொல்லி போலாம். உங்களுக்கு எல்லாம் தெரியறதாக்கு லலிதா சஹஸ்ரநாமம் നിങ്ങൾ എല്ലാരും ജപിக்கிறதாக்கு. பட் எனக்கு தெரியல, ஏதோ தெய்வ நிச்சயம் എന്നതാ എന്നെ ചെയ്യുവാനാലും അത് സ്വാമിയുടെ നിശ്ചയമാക്കും. ഇപ്പൊ നമ്മളിവിടെ ഒരു മീനിങ്ങിനെ പറ്റി ഡിസ്കഷൻ പോണം എന്നിരിക്കും. എല്ലാരും ജപിக்கிறதாക്കും. എന്നെ ക്ലാസ് അടുത്ത് വെക്കലാന്ന് എന്നപ്പോ എല്ലാരും ചൊന്നത് ലളിതാ സഹസ്രനാമത്തോടെ മീനിങ് ഒന്ന് ചൊല്ലിപ്പോലാം എന്നാക്കും ചൊന്നത്. സോ ദേവിയുടെ വചനങ്ങള് ദേവിയുടെ എന്നെ കേൾക്കുന്നതും നമുക്ക് പുണ്യം. இப்போ எல்லாருக்கும் தெரியும் லலிதா சஹஸ்ரநாமம். இது வந்து பிரம்மாண்ட புராணத்திலே എടുത്തിട്ടുള്ളത് ലളിതാ സഹസ്രനാമം. എങ്ക ബ്രഹ്മാണ്ഡ പുരാണത്തിലെന്ത് ഉത്തരഖണ്ഡത്തിലെ ഒരു ഹയഗ്രീവ അഗസ്ത്യ സംവാദമായിട്ടാക്കും இந்த ലളിതോപാഖ്യാനം എന്നാക്കും ഇത് അറിയറുത് തെരിയറുത്. ബ്രഹ്മാണ്ഡ പുരാണത്തിലെ ഹയഗ്രീവനും അഗസ്ത്യരും തമ്മില് സംവാദന പേശറുത്. അപ്പോ ഇത് ലളിതോപാഖ്യാനം എന്നാക്കും തെരിയറുത്. അപ്പോ നമുക്ക് നമ്മുടെ എല്ലാ ഭഗവത്ഗീത പാത്ത കൃഷ്ണനും അർജുനനും തമ്മിലെ, പിന്നെ ഭാഗവതം പാത്ത പരീക്ഷിത്തും ശുഗനും തമ്മിലെ അപ്പടി ഒരാള് ചൊല്ലരുത്, ഒരാള് കേക്കരുത്. അപ്പൊ അപ്പടി ഒരു സംവാദം. ഇതും അതേപോലെ തന്നെ ഹയഗ്രീവരും അഗസ്ത്യമുനിയും കൂടെ ഉള്ള സംവാദമായിട്ടാണ് ലളിതാ സഹസ്രനാമം ബ്രഹ്മാണ്ഡ പുരാണത്തിലെ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ 3 ഭാഗമാക്കുള്ളൂ ലളിതാ സഹസ്രനാമം. 3 പാർട്സ്. ഓക്കെ, 3 ഇതായിട്ട്. അതാണിത്. പൂർവഭാഗം, ഉത്തരഭാഗം, മധ്യമഭാഗം, ഉത്തരഭാഗം. പൂർവഭാഗം, മധ്യമഭാഗം, ഉത്തരഭാഗം. அந்த பூர்வ பாகத்துல வந்து ഉപദേശക്രമമാണ്. മധ്യമ ഭാഗത്തിലെ ലളിതാ സഹസ്രനാമം அந்த 1000 നാമാവലി മന്ത്രസംഹിതയെ ചൊല്ലുക. അത് മന്ത്രസംഹിതയെ ചൊല്ലുക. ലാസ്റ്റ് ഉത്തര ഭാഗത്തില് അതോടെ ഫലശ്രുതിയാക്കും ചൊല്ലത്. പിന്നെ അപ്പൊ 3 ചാപ്റ്റർ പോലെ ആക്കും இந்த ലളിതാ സഹസ്രനാമം. പൂർവഭാഗം, മധ്യമഭാഗം, ഉത്തരഭാഗം. പൂർവഭാഗം വന്ന് ഉപദേശക്രമം, മധ്യമഭാഗം വന്ന് മന്ത്രസംഹിതയെ, 3ാമത്തെ ഉത്തരഭാഗം വന്ന് ഫലശ്രുതി. ഇതോടെ ഒറിജിനൽ എപ്പടി ആക്കുന്ന എല്ലുകഴിഞ്ഞ ഒരിക്കൽ ഹയഗ്രീവരും അഗസ്ത്യമുനിയും കൂടെ ഒരു അഗസ്ത്യമുനി പാത്രത്തെ അഗസ്ത്യരെ തെരിയുമേ ഒരു இந்த മുനികൾക്കെല്ലാം വാൾക്ക് വ്യോമസഞ്ചാരികളാക്കും. ആകാശത്തിലൂടെ എല്ലാം പറക്കപ്പറ്റും, അദൃശ്യമാ പോകപ്പറ്റും, അഷ്ടസിദ്ധികളുള്ള വാളാക്കും. അഗസ്ത്യർ ഒരു പാട്ടി പാക്കുമ്പോൾ ലളിതാദേവിയുടെ ലളിതാദേവിയുടെ കൊട്ടാരത്തില് ഒരേ ഒരു കൂട്ടമായിരിക്കും. ലളിതാദേവിയുടെ പാലസിൽ എല്ലാ ദേവാളും പറ പോറ എല്ലാം ഒരേ ആയിരിക്കും. അവർ ഗുരുവാൻ അഗസ്ത്യ മുനിട്ടെ ഏപ്പൻ എന്നതാക്കും ഇങ്ങെ നടക്ക് എന്ന് ചൊല്ലട്ടെ. അവർ ചൊല്ലുവർ ரொம்ப രഹസ്യമാക്കും, സീക്രട്ട് ആക്കും. അങ്ങ് നടക്കരുത്.